Good afternoon. പുതിയ ചാപ്റ്ററിന്റെ പ്രിന്റ് എടുത്തായിരുന്നു നിങ്ങൾ റെസ്പോൺസിബിലിറ്റി? ഫോർത്ത് മൊഡ്യൂളിലെ 10ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി ഓർക്കുന്നില്ലേ, നിങ്ങൾ തേർഡ് മൊഡ്യൂളിലെ 13ാമത്തെ ചാപ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നമ്മൾ പഠിച്ചു. പിന്നെ ഫോർത്ത് മൊഡ്യൂളിലെ 6ാമത്തെ ചാപ്റ്റർ ആൻ ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. 2 ചാപ്റ്റർ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ. അപ്പൊ അതിനകത്തൊക്കെ ഒരുവിധമൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ റെസ്പോൺസിബിലിറ്റിയിലും വരുന്നത്. അപ്പൊ ആ ചാപ്റ്ററിനെ ഒക്കെ ബേസ് ചെയ്താൽ ഒരു കണ്ടിന്യൂവേഷൻ പോലെ തന്നെയാണ് പുതിയ ചാപ്റ്റർ പറഞ്ഞേക്കുന്നത്. അത് 2 നമ്മൾ പഠിച്ചത് കൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല, എളുപ്പമാണ്. പോയിന്റ്സ് ഒക്കെ ഒരുവിധം അറിയാവുന്ന പോയിന്റ്സ് ആണ്. ഇതിനകത്ത് എല്ലാവരും റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഡ്യൂട്ടീസ് മാത്രമേ ഈ സെക്ഷനിൽ പഠിക്കാനുള്ളൂ. ഈ ഒരു ചാപ്റ്ററിൽ അത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് സാധാരണ ചോദിക്കുന്ന രീതിയിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ഇൻ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് ചോദിക്കാം. റെസ്പോൺസിബിലിറ്റിയിൽ ഒത്തിരി ഉണ്ട്. സെക്രട്ടറിയുടെ വരുന്നുണ്ട്, പിന്നെ ഇതിനകത്ത് എല്ലാവരും നോക്കിയേ. റെസ്പോൺസിബിലിറ്റി ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ വരുന്നുണ്ട്, മെഡിക്കൽ സെക്രട്ടറിയുടെ വരുന്നുണ്ട്, ജോബ് സമ്മറി, OPD എക്സിക്യൂട്ടീവ്. എല്ലാ റെസ്പോൺസിബിലിറ്റി ഡ്യൂട്ടീസ് മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അതിൽ റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലെ ഒരു പോയിന്റ്സ് തന്നിട്ട് ഇത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഒരു 3-4 ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു ചാപ്റ്ററിന് ഏകദേശം പ്രതീക്ഷിക്കാം. അപ്പൊ 2 രീതിയിലെ ക്വസ്റ്റ്യൻ വരുള്ളൂ. റെസ്പോൺസിബിലിറ്റി തന്നിട്ട് ആരുടെയാണെന്നുള്ളത് ചോദിക്കാം, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്നാണെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റലിന്റെ ഓവറോൾ മാനേജ്മെന്റ് ആണ് ഹോസ്പിറ്റലിന്റെ ഭരണം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റല് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നതിന് പിന്നില് പ്രവർത്തിക്കുന്ന ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്സുകളുണ്ട്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. അവരുടെ പ്രവർത്തന ഫലമായിട്ടാണ് എന്താ ഹോസ്പിറ്റല് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അവര് ബാക്കിൽ പ്രവർത്തിക്കുന്നതാണ് അല്ലെ. anyone who work behind the hospital, ഹോസ്പിറ്റലിന്റെ പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു. എന്തായാലും ഹോസ്പിറ്റല് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് ഈ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമാണ്. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ്സ് ഉണ്ട്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ കുറച്ചൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ചാപ്റ്റർ 10 റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നോൺ ക്ലിനിക്കൽ ജോബ്സ് ആർ നെസസറി ഫോർ എ മൾട്ടിറ്റ്യൂഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ ഓർ ഹെൽത്ത് കെയർ സെന്റർ. ഓക്കെ, നോൺ ക്ലിനിക്കൽ ജോബ്സ്, ക്ലിനിക്കൽ ചികിത്സാപരമല്ലാത്ത കാര്യങ്ങൾ നോൺ ക്ലിനിക്കലാ പറഞ്ഞേക്കുന്നത്. ചികിത്സാ സംബന്ധമല്ലാത്ത വർക്കുകള്, ജോബുകള്, അത് ഏതൊക്കെയാവാം? ഏതൊക്കെ വരാം? ക്ലിനിക്കൽ അല്ലാത്ത ജോലികൾ ഏതൊക്കെയാ ഹോസ്പിറ്റലിൽ വരുന്നേ? ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയോ? 2 എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ക്ലിനിക്കൽ അല്ലാത്ത നോൺ ക്ലിനിക്കൽ ജോബ്സില്, നോൺ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകള് ഏതൊക്കെയാ? ചികിത്സാ സംബന്ധമല്ലാത്ത ഡിപ്പാർട്ട്മെന്റുകള് ഏതൊക്കെയാ? ജോലികള് ഹൗസ് കീപ്പിംഗ്, റിസപ്ഷൻ. ഓക്കെ, അതിനകത്ത് ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സ് ഉണ്ട്, റിസപ്ഷൻ ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്, IT, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ഉണ്ട്, മെഡിക്കൽ സെക്രട്ടറി ഉണ്ട്, പേഷ്യന്റ് അഡ്വക്കേറ്റ്, ഫാർമസിസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, മെഡിക്കൽ PRO, മെഡിക്കൽ റെക്കോർഡ്സ്, സെക്യൂരിറ്റി, സ്റ്റോർ, ബില്ലിംഗ് സ്റ്റാഫ്. ഇതെല്ലാം ഏതാണ്? നോൺ ക്ലിനിക്കൽ പ്രവർത്തനങ്ങളാണ് ഹോസ്പിറ്റലിലെ. അപ്പൊ ക്ലിനിക്കൽ ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ ചികിത്സ മാത്രം പോരാ അല്ലെ. ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾ മാത്രമല്ല അവിടെ ചെയ്യുന്നത്, നോൺ ക്ലിനിക്കൽ ജോബ്സും അത്യാവശ്യമാണ് അല്ലെ. നോൺ ക്ലിനിക്കൽ ജോബ്സ് ആർ നെസസറി ഫോർ എ മൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും
of the hospital in a department in a hospital or a health care center. ഒരു ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെന്ററിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നോൺ ക്ലിനിക്കൽ വർക്ക് എന്ന് പറയുന്നത്. Non-clinical jobs are necessary for multitude of departments in a hospital or health center. These administrative roles could you see? ഈ administrative റോളുകൾ നമുക്ക് എവിടെ കാണാൻ പറ്റും? Working in the different department in a hospital. ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റുകളിലും ഈ അഡ്മിനിസ്ട്രേറ്റീവ് റോളുകൾ നമുക്ക് കാണാൻ പറ്റും. വ്യത്യസ്ത വകുപ്പുകളിലായിട്ട് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ, വർക്കിംഗ് ഇൻ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ. ഈ അഡ്മിനിസ്ട്രേറ്റീവ് റോളുകൾ നമുക്ക് ഹോസ്പിറ്റലിലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ വ്യത്യസ്ത വകുപ്പുകളിൽ ജോലി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. പല ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം ഈ അഡ്മിനിസ്ട്രേറ്റീവ് റോളുകൾ. ആ ഒരു പൊസിഷൻ നമുക്ക് ഹോസ്പിറ്റലിന്റെ പല ഡിപ്പാർട്ട്മെന്റുകളിൽ തന്നെ കാണാൻ പറ്റും ഈ നോൺ ക്ലിനിക്കൽ ജോബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് വരുന്ന റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? അതിനകത്ത് ഓക്കെ, hospital administrator play an important role in overseeing the operations and management of a healthcare facility. ആ ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ, ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. എവിടെയാ? ഇൻ ഓവർസീയിങ് ദ ഓപ്പറേഷൻസ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ഒരു പ്രവർത്തനങ്ങളും അതിന്റെ മാനേജ്മെന്റും എല്ലാം ഒരു മേൽനോട്ടം വഹിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു വളരെ ഇമ്പോർട്ടന്റ് റോളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക്. ഓക്കെ, ഇപ്പൊ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടം, ഓക്കെ, ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അതിന്റെ മാനേജ്മെന്റിന്റെ ഒക്കെ മേൽനോട്ടം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. Their responsibility typically consist of, അവർക്കുടെ ചുമതലകളാണ് ഈ പറഞ്ഞേക്കുന്നത്, അവരുടെ ഉത്തരവാദിത്തങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. അത് 10 പോയിന്റ് പഠിക്കാനുണ്ട്. അപ്പൊ അതിനകത്ത് നിങ്ങൾ റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്നുള്ളൊരു ക്വസ്റ്റ്യനിൽ വരുമ്പോൾ നമ്മൾ ആ 10 റെസ്പോൺസിബിലിറ്റിയും പഠിച്ചു വെക്കണം. അത് കാണാതെ തന്നെ പഠിക്കണം. സ്ട്രാറ്റജിക് പ്ലാനിങ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, policy development and implementation, human resource management, facilities and equipment management, quality assurance and patient safety, community relation, risk management, information management, collaboration and leadership. 10 പോയിന്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത്. 10 പോയിന്റ്സ് നിങ്ങൾ ബൈഹാർട്ട് തന്നെ പഠിക്കുക. റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്നുള്ള ക്വസ്റ്റ്യന് ആൻസർ കിട്ടുന്ന രീതിയിൽ ഇത് 10 പഠിച്ചു വെക്കണം. പതുക്കെ തന്നെയാണ് എടുക്കുന്നുള്ളൂ. നിങ്ങൾ ക്ലാസ്സിൽ തന്നെ ഇത് മാക്സിമം പഠിച്ചു പോവുക. എന്നുവെച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവരുത്. പഠിക്കുന്നത് വളരെ കൃത്യമായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഇന്നിപ്പോ റെസ്പോൺസിബിലിറ്റി നമ്മൾ 10 നമ്മൾ പഠിക്കാൻ പോകുന്നത്. 10 റെസ്പോൺസിബിലിറ്റി ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ പഠിക്കണം. അത് ബൈഹാർട്ട് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. അത് ജസ്റ്റ് ആ പോയിന്റ്സ് മാത്രം നിങ്ങൾ ബൈഹാർട്ട് പഠിക്കുക. 11 ഇല്ല കേട്ടോ, അവിടെ 11 നമ്പർ ഉണ്ട്, അതില്ല. അതിന്റെ ഒരു കൺക്ലൂഷൻ ആണ് താഴെ കൊടുത്തേക്കുന്നത് ചെറിയ പാരഗ്രാഫ് ആയിട്ട്. 10 റെസ്പോൺസിബിലിറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റത്തെ നോക്കാം നമുക്ക്. സ്ട്രാറ്റജിക് പ്ലാനിങ്. സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? തന്ത്രപരമായിട്ടുള്ള ആസൂത്രണം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ഇത്. സ്ട്രാറ്റജിക് പ്ലാനിങ്, തന്ത്രപരമായിട്ടുള്ള പ്ലാനിങ്, ആസൂത്രണം. Okay, hospital administrators are accountable for developing long-term strategies and goals for the hospital. Okay, hospital administrators are accountable. Accountable എന്ന് പറഞ്ഞാൽ ഈ വേർഡ് ഓൾറെഡി പഠിച്ചല്ലോ അല്ലെ? അക്കൗണ്ടബിൾ, ഉത്തരവാദിത്വം ഉണ്ട്. അക്കൗണ്ടബിൾ, ഉത്തരവാദിത്വം ഉണ്ട്. എന്തിനാണ്? ഡെവലപ്പിംഗ് ലോങ് ടേം സ്ട്രാറ്റജി, ദീർഘകാല തന്ത്രങ്ങളും
ലക്ഷ്യങ്ങളും ഹോസ്പിറ്റലിലെ ദീർഘകാല തന്ത്രങ്ങളും ലക്ഷ്യങ്ങളും വികസിപ്പിക്കുന്നതിന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. Hospital administrators are accountable for developing long-term strategies and goals for the hospital. First line നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. അപ്പൊ ഇതിനകത്ത് ഈ ഒരു പോയിന്റ് തന്നിട്ട് ഇത് ആർക്കുള്ള റെസ്പോൺസിബിലിറ്റി ആണെന്ന് ചോദിക്കാം. ഓക്കെ, ഫസ്റ്റ് ലൈൻ മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് പോയിന്റ് പഠിക്കണം. റെസ്പോൺസിബിലിറ്റിയിലെ 10 പോയിന്റ് പഠിക്കണം. പിന്നെ നിങ്ങൾ ഓരോന്നും ഞാൻ പറയുന്നത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാൻ പറയുന്ന സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കുക. ആ ഒരു സെയിം സെന്റൻസ് തന്നെ തന്നിട്ട് ആർക്കുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം. എല്ലാം ഫസ്റ്റത്തെ എന്താ നമ്മൾ പറഞ്ഞത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ അക്കൗണ്ടബിൾ ഫോർ ഡെവലപ്പിംഗ് ലോങ് ടൈം സ്ട്രാറ്റജി ആൻഡ് ഗോൾ ഫോർ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ദീർഘകാല തന്ത്രങ്ങള്, ഗോൾസുകളും ലക്ഷ്യങ്ങളും ഒക്കെ വികസിപ്പിക്കുന്നതിന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ഒരു പ്രധാന പങ്കുണ്ട്. ദിസ് കൺസിസ്റ്റ് ഓഫ്, ഇനി അതിനകത്ത് ഉൾപ്പെടുന്നത് ഏതൊക്കെയാ? ലോങ് ടൈം സ്ട്രാറ്റജി ഇതിൽ വരുന്ന ഏതൊക്കെയാ? ദിസ് കൺസിസ്റ്റ് ഓഫ് അനലൈസിങ് മാർക്കറ്റ് ട്രെൻഡ്, മാർക്കറ്റ് ട്രെൻഡുകൾ വിശകലനം ചെയ്യുക, അനലൈസ് ചെയ്യുക, മാർക്കറ്റ് ട്രെൻഡ്സ് അനലൈസ് ചെയ്യുക, ഐഡന്റിഫൈങ് ഏരിയ ഫോർ ഇംപ്രൂവ്മെന്റ്, ഇംപ്രൂവ്മെന്റിനുള്ള വികസനത്തിനുള്ള ഏരിയകൾ ഐഡന്റിഫൈ ചെയ്യുക, മനസ്സിലാക്കുക, മെച്ചപ്പെടുത്താനുള്ള മേഖലകള്, ഇനി എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വരുത്തേണ്ട ഏരിയകൾ അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, ആൻഡ് ഡിവൈസിംഗ് പ്ലാൻ ടു ഇംപ്രൂവ് ദ ഹോസ്പിറ്റൽ സർവീസസ് ആൻഡ് ഓപ്പറേഷൻസ്, ആൻഡ് ഡിവൈഡിംഗ് ഹോസ്പിറ്റലിന്റെ സേവനവും പ്രവർത്തനവും ഒക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുക എന്നിവയൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. ദിസ് കൺസിസ്റ്റ് ഓഫ് അനലൈസിങ് മാർക്കറ്റ് ട്രെൻഡ്, മാർക്കറ്റ് ട്രെൻഡുകൾ വിശകലനം ചെയ്യുക, ഇനി ഇംപ്രൂവ്മെന്റിനായിട്ടുള്ള ഏരിയകൾ ഐഡന്റിഫൈ ചെയ്യുക, ആൻഡ് ഡിവൈസിംഗ് പ്ലാൻ ടു ഇംപ്രൂവ് ദ ഹോസ്പിറ്റൽ സർവീസസ് ആൻഡ് ഓപ്പറേഷൻ, ഹോസ്പിറ്റൽ സർവീസുകൾ പ്രവർത്തനങ്ങൾ ഇത് മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. ഡിവൈസിംഗ് എന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യുക എന്നുള്ള മീനിങ് ആട്ടോ. devising plans to improve the hospital services. അതിനുള്ള മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുക എന്നിവയൊക്കെയാണ്. ഇംപ്രൂവ് ചെയ്ത ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളും സർവീസുകളും മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. ഡിവൈസിംഗ് പ്ലാൻസ് ടു ഇംപ്രൂവ് ദ ഹോസ്പിറ്റൽ സർവീസസ് ആൻഡ് ഓപ്പറേഷൻസ്. അതിന് ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിടുക. അത് തന്നിട്ട് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ചോദിക്കും. ഓക്കെ, ലോങ് ടൈം സ്ട്രാറ്റജി ആൻഡ് ഗോൾ ഫോർ ദ ഹോസ്പിറ്റൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ലൈൻ മാത്രം അണ്ടർലൈൻ ചെയ്തിടാം. ക്ലിയർ ആയില്ലേ? ഫസ്റ്റ് ലൈൻ, ഫസ്റ്റ് സെന്റൻസ്. ഓക്കെ, രണ്ടാമത്തെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. സാമ്പത്തിക പരമായിട്ടുള്ള മാനേജ്മെന്റുകൾ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഇപ്പൊ നമുക്കറിയാം, അഡ്മിനിസ്ട്രേറ്റർ സൂപ്പർവൈസ് ദ ഹോസ്പിറ്റൽ ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ്. സാമ്പത്തികപരമായിട്ടുള്ള പ്രവർത്തനങ്ങള്, ഹോസ്പിറ്റലിന്റെ ബഡ്ജറ്റിംഗ്, ഇതെല്ലാം മേൽനോട്ടം വഹിക്കുന്നത് ഫിനാൻഷ്യൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അദ്ദേഹത്തിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സൂപ്പർവൈസ് ദ ഹോസ്പിറ്റൽ ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ്. ഇതിനെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ സൂപ്പർവൈസ് ദ ഹോസ്പിറ്റൽ ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ്. ആരാണ് അത് സൂപ്പർവൈസ് ചെയ്യുന്നതെന്നുള്ളത് ചോദിക്കാം. ആരാ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ക്ലിയർ ആയോ? ഹോസ്പിറ്റലിലെ ബഡ്ജറ്റിംഗ്, ഫിനാൻഷ്യൽ പ്രവർത്തനങ്ങള് എല്ലാത്തിന്റെയും മേൽനോട്ടം വഹിക്കുക എന്നുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ മറ്റൊരു റെസ്പോൺസിബിലിറ്റി ആണ്. They work mainly with the finance team to monitor revenue, control expenses, distribute resources in an effective manner, and ensure the financial firmness, dridada of the organization. Okay, നോക്കിയാ sentence. They work mainly with financial team. ഫിനാൻഷ്യൽ ടീമുമായിട്ട് തീക്ഷ്ണമായി വർക്ക് ചെയ്യുക.
അവരുമായിട്ട് തീക്ഷ്ണമായി വർക്ക് ചെയ്യുക, സൂക്ഷ്മമായി വർക്ക് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാ? ടു മോണിറ്റർ റവന്യൂ മോണിറ്റർ ചെയ്യുന്ന, നമ്മുടെ വരുമാനം നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് റവന്യൂ കൺട്രോൾ എക്സ്പെൻസ്, നമ്മുടെ ചെലവ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് റിസോഴ്സ് ഇൻ ആൻ ഇഫക്റ്റീവ് മാനർ, ഒരു ഫലപ്രദമായ രീതിയിൽ റിസോഴ്സുകൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആൻഡ് എൻഷുർ ദ ഫിനാൻഷ്യൽ സർവീസസ് ഓഫ് ദ ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷന് ഫിനാൻഷ്യൽ സാമ്പത്തിക ദൃഢത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി എല്ലാ ഫിനാൻഷ്യൽ ടീമുമായിട്ട് വർക്ക് ചെയ്യുക. ായോ? ഇതിനൊക്കെ വേണ്ടിയിട്ട് റവന്യൂ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, വരുമാനം നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, എക്സ്പെൻസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഒരു ഫലപ്രദമായ രീതിയിൽ റിസോഴ്സ് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിന്റെ ഫിനാൻഷ്യൽ, ഒരു ഓർഗനൈസേഷന്റെ സാമ്പത്തിക ദൃഢത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഫിനാൻഷ്യൽ ടീമുമായിട്ട് തീക്ഷ്ണമായി വർക്ക് ചെയ്യുക, അവരുമായിട്ട് നല്ല രീതിയിൽ ശ്രദ്ധയോടുകൂടി പറയാം, തീക്ഷ്ണമായി അല്ലെങ്കിൽ ശ്രദ്ധയോടുകൂടി വർക്ക് ചെയ്യുക. ഇതിന്റെ ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ടോ? അഡ്മിനിസ്ട്രേറ്റർ സൂപ്പർവൈസ് ദ ഹോസ്പിറ്റൽ ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ്. ഓക്കെ, ഓപ്പറേഷൻ. ഇനി അടുത്ത മൂന്നാമത്തെ പോയിന്റ്, പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. പോളിസികൾ, നയങ്ങൾ ഡെവലപ്പ് ചെയ്യുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക, വികസിപ്പിക്കുക, നടപ്പിലാക്കുക. Policy development and implementation. Hospital administrator set up policy and procedure to conduct the operation of the facility. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ പ്രവർത്തനങ്ങൾ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേറ്റർമാർ എന്ത് ചെയ്യണം? പോളിസികളും പ്രൊസീജിയറുകളും നിർവഹിക്കണം, അല്ലെങ്കിൽ സജ്ജമാക്കണം. The hospital administrator set up policy and procedure to conduct the operation of the facility. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ പ്രവർത്തനങ്ങൾ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് പോളിസികളും അതിനുള്ള നയങ്ങളും നടപടിക്രമങ്ങളും സജ്ജമാക്കണം. They ensure compliance with the legal and regulatory needs. Compliance എന്ന് വെച്ചാൽ പാലിക്കുക എന്നുള്ളത്, പാലിക്കുക. ലീഗൽ ആൻഡ് റെഗുലേറ്ററി നീഡ്സ്, നിയമപരമായിട്ടുള്ളതും നിയന്ത്രണപരമായിട്ടുള്ള ആവശ്യങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. എൻകറേജ് പേഷ്യന്റ് സേഫ്റ്റി, പേഷ്യന്റിന്റെ സുരക്ഷ പ്രോത്സാഹിപ്പിക്കുക. എൻകറേജ് ചെയ്യാന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുക. എൻകറേജ് പേഷ്യന്റ് സേഫ്റ്റി, പേഷ്യൻസിന്റെ സുരക്ഷ പ്രോത്സാഹിപ്പിക്കുക. ആൻഡ് മെയിൻറ്റെയിൻ എത്തിക്കൽ സ്റ്റാൻഡേർഡ് വിത്തിൻ ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിനുള്ളിലുള്ള എത്തിക്കൽ, നിയമപരമായിട്ടുള്ള ധാർമ്മികപരമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, നിലനിർത്തുക. ഇതെല്ലാം ഇതിൽ വരുന്നതാണ്, പോളിസി ഡെവലപ്മെന്റ് ഇംപ്ലിമെന്റേഷനിൽ വരുന്നതാണ്. അതിലെ ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ടാണ് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സെറ്റ് അപ്പ് പോളിസി ആൻഡ് പ്രൊസീജിയർ ടു കണ്ടക്ട് ദ ഓപ്പറേഷൻസ് ഓഫ് ദ ഫെസിലിറ്റി. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ പ്രവർത്തനങ്ങൾ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് പോളിസികളും അതിനുള്ള നടപടിക്രമങ്ങളും സജ്ജമാക്കണം. കംപ്ലൈൻസ് വിത്ത് ലീഗൽ ആൻഡ് അവരുടെ നിയമപരമായിട്ടുള്ള നിയന്ത്രണപരമായിട്ടുള്ള ആവശ്യങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പേഷ്യൻസിന്റെ സേഫ്റ്റി പ്രോത്സാഹിപ്പിക്കുക. ദെൻ ഹോസ്പിറ്റലിലെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്, ധാർമ്മികപരമായിട്ടുള്ള നിലവാര സ്റ്റാൻഡേർഡ് നിലനിർത്തുക. ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. നിങ്ങൾ പഠിച്ചതാണ് ഹ്യൂമൻ റിസോഴ്സ് അല്ലെ, HR, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സൂപ്പർവൈസ് ദ റിക്വയർമെന്റ്, ഹിയറിംഗ് ആൻഡ് ട്രെയിനിങ് ഓഫ് സ്റ്റാഫ് മെമ്പേഴ്സ്. സ്റ്റാഫ് മെമ്പേഴ്സിനെ റിക്വയർമെന്റ്, അവരുടെ ആവശ്യകതകള്, ഹിയറിംഗ്, നിയമനം, അവർക്കുടെ റിക്വയർമെന്റ്സ്, ആവശ്യങ്ങളുടെ സ്റ്റാഫിന്റെ ആവശ്യകതകള്, അവരുടെ നിയമനം, ട്രെയിനിങ്, അവർക്കുള്ള പരിശീലനം, ഇതിനെയൊക്കെ സൂപ്പർവൈസ് ചെയ്യുക.
Administrators supervise requirements, hearing and training of staff members. Staff members ന്റെ ആവശ്യകതകള്, അവരുടെ നിയമനം, അവരുടെ ട്രെയിനിങ്, ഇതിനെല്ലാം എന്ത് ചെയ്യുക? സൂപ്പർവൈസ് ചെയ്യുക. They produce and maintain a positive work environment. അവർ എന്ത് ചെയ്യണം? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം, വർക്ക് എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യണം, നിലനിർത്തണം. ഇംപ്ലിമെന്റ് പെർഫോമൻസ് എസ്റ്റിമേഷൻ സിസ്റ്റം, ഒരു അവരുടെ വികസന സംവിധാനം ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ നടപ്പിലാക്കുക. പ്രകടന വിലയിരുത്തൽ സംവിധാനങ്ങള് എന്ത് ചെയ്യുക? നടപ്പിലാക്കുക. ഹാൻഡിൽ എംപ്ലോയീസ് റിലേഷൻ, ജീവനക്കാരുടെ ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുക. ആൻഡ് അഡ്രസ് സ്റ്റാഫിംഗ് റിക്വയർമെന്റ്സ് ടു എൻഷുർ adequate coverage and optimal staffing. ഒപ്റ്റിമൽ സ്റ്റാഫിംഗ് ലെവൽസ്, മതിയായിട്ടുള്ള കവറേജും adequate കവറേജ്, മതിയായ കവറേജും ഒപ്റ്റിക്കൽ സ്റ്റാഫിംഗ് ലെവലും ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാഫിന്റെ ആവശ്യകതകള് എന്ത് ചെയ്യുക? അതിനെ പരിഹരിക്കപ്പെടുന്നു. അഡ്രസ്സസ് എന്ന് വെച്ചാൽ പരിഹരിക്കുക എന്നുള്ള മീനിങ് ആട്ടോ. അഡ്രസ്സസ് എന്ന് പറയുന്നത് പരിഹരിക്കപ്പെടുന്നു. ഓക്കെ, മതിയായിട്ടുള്ള കവറേജും ഒപ്റ്റിക്കൽ സ്റ്റാഫിംഗ് ലെവലും ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാഫിന്റെ റിക്വയർമെന്റ്സുകൾ എന്ത് ചെയ്യുന്നു? പരിപാലിക്കുന്നു, അല്ലെങ്കിൽ അത് പരിഹരിക്കുന്നു. സ്റ്റാഫിന്റെ റിക്വയർമെന്റ്സ് എന്ത് ചെയ്യുന്നു? ആവശ്യകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക? അത് പരിഹരിക്കപ്പെടുന്നു. ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ള ഒരു ഫംഗ്ഷൻ റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്. അതിൽ ഫസ്റ്റത്തെ ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, അഡ്മിനിസ്ട്രേറ്റർ സൂപ്പർവൈസ് ദ റിക്വയർമെന്റ്സ്, ഹിയറിംഗ് ആൻഡ് ട്രെയിനിങ് ഓഫ് സ്റ്റാഫ് മെമ്പേഴ്സ്. അടുത്തത് അഞ്ചാമത്തെ ഫെസിലിറ്റി ആൻഡ് എക്വിപ്മെന്റ് മാനേജ്മെന്റ്. ഫെസിലിറ്റികളും സൗകര്യങ്ങളും എക്വിപ്മെന്റ് മാനേജ്മെന്റും. Administrators are accountable for maintaining the hospital physical infrastructure, equipment and technology. ഹോസ്പിറ്റലിലെ ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങൾ, ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, ഭൗതിക അടിസ്ഥാന സംവിധാനങ്ങള്, എക്യുപ്മെന്റ്സുകള്, ടെക്നോളജി, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, നിലനിർത്തുന്നതിന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ഒരു ഉത്തരവാദിത്തമുണ്ട്. Hospital administrators are accountable for maintaining hospital physical infrastructure, equipment and technology. ഹോസ്പിറ്റലിലെ ഭൗതിക അടിസ്ഥാന സംവിധാനങ്ങള്, എക്യുപ്മെന്റ്സ്, ടെക്നോളജി ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ഒരു ഉത്തരവാദിത്തമുണ്ട്. They supervise maintenance, upgrade and renovation. Renovation എന്ന് വെച്ചാൽ നവീകരിക്കുക. To ensure a safe and efficient environment for patient, staff and visitors. അതായത് ഇവിടെ പറഞ്ഞേക്കുന്നത് പേഷ്യന്റിന്റെ, സ്റ്റാഫ്, വിസിറ്റേഴ്സിന്റെ ഒക്കെ ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു അന്തരീക്ഷം, അതുപോലെ സേഫ് ആൻഡ് എഫിഷ്യന്റ് എൻവയോൺമെന്റ്, സുരക്ഷിതമായിട്ടുള്ള ഒരു ഫലപ്രദമായിട്ടുള്ള അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതിന് എന്തൊക്കെ അവർ സൂപ്പർവൈസ് ചെയ്യണം? മെയിൻ്റനൻസ്, അപ്ഗ്രേഡ്, then ആൻഡ് റിനോവേഷൻ. അപ്ഗ്രേഡ് ചെയ്യുന്ന വെച്ചാൽ അത് ഒരു നിലവാരം ഉയർത്തുക എന്നുള്ളതാട്ടോ മീനിങ്, നിലവാരം ഉയർത്തുന്നത്. പിന്നെ റിനോവേഷൻ, നവീകരണം, മെയിൻ്റനൻസ്, ഇതെല്ലാം എന്ത് ചെയ്യണം? സൂപ്പർവൈസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാ? safe and efficient environment for patient, staff and visitors. Efficient പേഷ്യന്റിന്, സ്റ്റാഫിന്, വിസിറ്റേഴ്സിനൊക്കെ ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു കാര്യക്ഷമമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതിനും സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് ഈ കാര്യങ്ങളെല്ലാം സൂപ്പർവൈസ് ചെയ്യും. ഏതൊക്കെയാ? മെയിൻ്റനൻസ്, അപ്ഗ്രേഡ്, അത് നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ളത്, നവീകരണം, റിനോവേഷൻ, നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? സൂപ്പർവൈസ് ചെയ്യും. In the first line on underline ചെയ്തിട്ടോ, administrators are accountable for maintaining the hospital physical infrastructure, equipment and technology. അടുത്തത് ആറാമത്തെ ക്വാളിറ്റി അഷുറൻസ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. ക്വാളിറ്റി അഷുർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഉറപ്പുവരുത്തുക.
അതുപോലെ പേഷ്യന്റ് സേഫ്റ്റി, പേഷ്യന്റിന്റെ സുരക്ഷയും ക്വാളിറ്റിയും ഗുണനിലവാരവും ഉറപ്പുവരുത്തുക. ക്വാളിറ്റി അഷുറൻസ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. Administrators work to make sure that high quality healthcare delivery and patient safety within the hospital. അപ്പൊ അഡ്മിനിസ്ട്രേറ്റർ എങ്ങനെ പ്രവർത്തിക്കണം, എന്തിനായിട്ട് പ്രവർത്തിക്കണം? ഹോസ്പിറ്റലിനുള്ളിലെ നല്ല ഹൈ ക്വാളിറ്റി ഹെൽത്ത് കെയർ ഡെലിവറി, നല്ല ക്വാളിറ്റിയിലുള്ള ഹെൽത്ത് കെയർ ഡെലിവറി, നല്ല സർവീസ് കൊടുക്കുന്നതിനും പേഷ്യന്റ് സേഫ്റ്റിക്കും വേണ്ടിയിട്ട് ഉറപ്പാക്കുന്നതിനുള്ള കാര്യങ്ങള് അതിനായിട്ട് അഡ്മിനിസ്ട്രേറ്റർ പ്രവർത്തിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്. Administrator work to make sure that high quality healthcare delivery and patient safety within the hospital. ഹോസ്പിറ്റലിനുള്ളിലെ ഉയർന്ന നിലവാരമുള്ള ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങളും പിന്നെ രോഗിയുടെ സുരക്ഷ, പേഷ്യന്റ് സേഫ്റ്റിയും ഒക്കെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേറ്റർ പ്രവർത്തിക്കണം. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. Administrator work to make sure that high quality healthcare delivery and patient safety within the hospital. They create and implement quality improvement initiatives, monitor patient outcome and encourage adherence. Adherence എന്ന് വെച്ചാൽ പരിപാലിക്കുക എന്നുള്ള, പാലിക്കുക. To evidence-based practice and clinical guidelines. അടുത്ത നോക്കിയേ, they create ചെയ്യാന്ന് വെച്ചാൽ സൃഷ്ടിക്കുക, ആൻഡ് ഇംപ്ലിമെന്റ് നടപ്പിലാക്കുക. എന്താണ്? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇനിഷ്യേറ്റീവ്സ്, ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതിനുള്ള സംരംഭങ്ങള്, ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള സംരംഭങ്ങള് ക്രിയേറ്റ് ചെയ്യുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുക, സൃഷ്ടിക്കുകയും നടപ്പിലാക്കുക. പിന്നെ അതുപോലെ നോക്കിയേ, മോണിറ്റർ പേഷ്യന്റ് ഔട്ട്കം, പേഷ്യന്റിന്റെ ഔട്ട്കം മോണിറ്റർ നിരീക്ഷിക്കുക. എൻകറേജ് adherence to evidence-based practice and clinical guidelines. എന്താണ്? തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങൾ, അതാണ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്. തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങള്, ക്ലിനിക്കൽ ഗൈഡ്ലൈൻസ് എന്നിവ പാലിക്കാനായിട്ട് എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കണം. എൻകറേജ് ചെയ്യാന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുക. എന്തിനാ? എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് ആൻഡ് ക്ലിനിക്കൽ ഗൈഡ്ലൈൻസ് പാലിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കണം. അതായത് ക്വാളിറ്റി, പേഷ്യൻസിന്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നത്, പേഷ്യൻസിന് സേഫ്റ്റി ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള വർക്കുകൾ, ആ പ്രവർത്തനങ്ങള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യണം എന്നുള്ളത്. ഫസ്റ്റ് ലൈൻ അതിൽ നിന്ന് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തുറപ്പാക്കണം? ക്വാളിറ്റി ഹെൽത്ത് കെയർ ഡെലിവറി, പേഷ്യന്റ് സേഫ്റ്റി ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങള് എന്ത് ചെയ്യണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് ചെയ്യണം. അടുത്തതാണ് കമ്മ്യൂണിറ്റി റിലേഷൻ. Hospital administrator play an important role in maintaining a positive relationship with the community. കമ്മ്യൂണിറ്റിയില് ഒരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തുന്നതിന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റിയുമായിട്ട് നല്ല ബന്ധം നിലനിർത്തുന്നതിന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് നല്ല പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പൊ നമ്മള് എല്ലാ ഹോസ്പിറ്റലിലെ ഓവറോൾ കാര്യങ്ങളും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ കീഴിലാണ് നടത്തുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഹോസ്പിറ്റലിൽ സക്സസ്ഫുള്ളി റൺ ചെയ്യുന്നതിന് പിന്നിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നല്ല രീതിയിൽ അവര് എല്ലാം ഇതാകുമ്പോൾ അതനുസരിച്ച് ആളുകള് നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, എല്ലാം നീറ്റായിട്ട് ചെയ്യുക, ഇതൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി ആളുകള് നമ്മുടെ കമ്മ്യൂണിറ്റിയുമായിട്ടൊരു നല്ലൊരു റിലേഷൻഷിപ്പ്, അതായത് ഒത്തിരി ആളുകൾ ഹോസ്പിറ്റലിലേക്ക് വരാനും അങ്ങനെ ഒരു സമൂഹവുമായിട്ടുള്ള ഒരു നല്ലൊരു ബന്ധം നിലനിർത്തുന്നതിനും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. They engage in community outreach program. അവർ സമൂഹ സമ്പർക്ക പരിപാടികളിൽ ഏർപ്പെടുന്നു. എൻഗേജ് ചെയ്യാന്ന് വെച്ചാൽ ഏർപ്പെടുക. They engage in community outreach programs. അവർ സമൂഹ സമ്പർക്ക പരിപാടികളിൽ ഏർപ്പെടുന്നു. Cooperate with the local organization. ലോക്കൽ ഓർഗനൈസേഷനുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ സഹകരിക്കുന്നു. ആൻഡ് അസിസ്റ്റ് ദ ഹോസ്പിറ്റൽ സർവീസ് ടു മീറ്റ് ദ ഹെൽത്ത് കെയർ റിക്വയർമെന്റ് ഓഫ് ദ കമ്മ്യൂണിറ്റി ഇൻ ആൻ എഫക്റ്റീവ്
ഇഫക്റ്റീവ് മാനർ ഒരു കമ്മ്യൂണിറ്റി, ഒരു സമൂഹത്തിന്റെ ആരോഗ്യ സംരക്ഷണ ആവശ്യകതകൾ, ഹെൽത്ത് കെയർ റിക്വയർമെന്റ്സ്, ഒരു കമ്മ്യൂണിറ്റിയുടെ ഹെൽത്ത് കെയർ റിക്വയർമെന്റ്സ്, ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങള് ഫലപ്രദമായിട്ട് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ സർവീസിനെ എന്ത് ചെയ്യുന്നു, അസിസ്റ്റ് ചെയ്യുന്നു. കണ്ടോ, അസിസ്റ്റ് ചെയ്യുന്നു. ദേ അസിസ്റ്റ് ഹോസ്പിറ്റൽ സർവീസ് എന്തിനു വേണ്ടിയാ? ടു മീറ്റ് ദ ഹെൽത്ത് കെയർ റിക്വയർമെന്റ് ഓഫ് ദ കമ്മ്യൂണിറ്റി ഇൻ ആൻ ഇഫക്റ്റീവ് മാനർ. ഒരു നല്ല ഫലപ്രദമായിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിറ്റിയുടെ ഹെൽത്ത് കെയർ റിക്വയർമെന്റ്സ് അത് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ സർവീസുമായിട്ട് എന്ത് ചെയ്യുന്നു, അസിസ്റ്റ് ചെയ്യുന്നു. അസിസ്റ്റ് ചെയ്യുന്നതിന് ഹോസ്പിറ്റൽ സർവീസിനെ അസിസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് കമ്മ്യൂണിറ്റി റിലേഷൻ. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. Hospital administrator play an important role in maintaining a positive relationship with the community. അപ്പോൾ കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ഒരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തുന്നതിന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് എട്ടാമത്തെ റിസ്ക് മാനേജ്മെന്റ് ആണ്. റിസ്ക് മാനേജ്മെന്റ്, റിസ്കുകൾ മാനേജ് ചെയ്യുക. പേരിൽ തന്നെ അറിയാലോ. അഡ്മിനിസ്ട്രേറ്റർ ഇവാലുവേറ്റ് ആൻഡ് മാനേജ് റിസ്ക് കണക്റ്റഡ് വിത്ത് ദ ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ്. ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന റിസ്കുകൾ, അപകട സാധ്യതകൾ, അതിന്റെ അല്ലെങ്കിൽ റിസ്കുകൾ, അതിനെ മാനേജ് ചെയ്യുക, അതിനെ ഇവാലുവേറ്റ് ചെയ്യുക, അതിനെ വിലയിരുത്തുകയും മാനേജ് ചെയ്യുകയും ചെയ്യേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ റിസ്ക് മാനേജ്മെന്റ് എന്നുള്ള ആ പോയിന്റിൽ വരുന്നത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇവാലുവേറ്റ് ആൻഡ് മാനേജ് റിസ്ക് കണക്റ്റഡ് വിത്ത് ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ്. ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിസ്കുകള് മാനേജ് ചെയ്യുന്നതും അതിനെ ഇവാലുവേറ്റ് ചെയ്യുക, വിലയിരുത്തുകയും മാനേജ് ചെയ്യുന്നതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ട് ദേ എക്സിക്യൂട്ട് protocol and policies to minimize potential risk. അവരെന്ത് ചെയ്യുന്നു? they execute ചെയ്യാന്ന് വെച്ചാൽ നിറവേറ്റുക, execute നിർവഹിക്കുക, നിറവേറ്റുക എന്നുള്ള മീനിങ് ആണ്. they execute protocols and policies. പ്രോട്ടോകോളുകളും പോളിസികളും നിയമങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു? നിർവഹിക്കുന്നു. ഇതിനു വേണ്ടിയിട്ടാ? ടു മിനിമൈസ് പൊട്ടൻഷ്യൽ റിസ്ക്. അങ്ങനെയുള്ള അപകട സാധ്യതകള്, അതിന്റെ ആ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോളിസികളും പ്രോട്ടോകോളുകളും നിർവഹിക്കുന്നു. സൂപ്പർവൈസ് പേഷ്യന്റ് ആൻഡ് എംപ്ലോയീസ് സേഫ്റ്റി മെഷേഴ്സ്. സൂപ്പർവൈസ് ചെയ്യുന്നു, മേൽനോട്ടം വഹിക്കുന്നു. പേഷ്യന്റ് ആൻഡ് എംപ്ലോയി സേഫ്റ്റി മെഷേഴ്സ്, പേഷ്യന്റിന്റെയും എംപ്ലോയിയുടെയും സേഫ്റ്റി മെഷേഴ്സുകൾ സൂപ്പർവൈസ് ചെയ്യുന്നു. നമ്മൾ ഓരോന്ന് ഇപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റില് ഇപ്പൊ നമ്മൾ സ്കാനിങ് ഇതിനകത്തൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ആ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ എടുക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ അതൊക്കെ അവര് എംപ്ലോയീസും പേഷ്യന്റും ഒക്കെ നമ്മള് സേഫ്റ്റി മെഷേഴ്സ് എടുക്കുന്നുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ അതിനെയൊക്കെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യണം. എന്നുവെച്ചാൽ അപകടം വരാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അതിന്റെ സേഫ്റ്റി മെഷേഴ്സ് എടുക്കുന്നുണ്ട്, പേഷ്യന്റും എംപ്ലോയീസ് ഒക്കെ എടുക്കുന്നുണ്ട് എന്നുള്ളത് സൂപ്പർവൈസ് ചെയ്യുക. ആൻഡ് ഹാൻഡിൽ ലീഗൽ ആൻഡ് ഇൻഷുറൻസ് മാറ്റേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലീഗൽ, നിയമപരമായിട്ടുള്ള ഇൻഷുറൻസ് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുക. ഹോസ്പിറ്റലുമായിട്ട് വരുന്ന ഇൻഷുറൻസ് പ്രശ്നങ്ങള്, ലീഗൽ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളും എന്ത് ചെയ്യുക? കൈകാര്യം ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ evaluate and manage risk connected with the hospital operations. They execute protocol and procedure to minimize potential risk, supervise patient and employee safety measures, and to handle legal and insurance matters associated with the hospital. Okay. ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അപകടങ്ങൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യുകയും അതിനെ മാനേജ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ജോലിയാണ്.
അവരെന്ത് ചെയ്യുന്നു, അതിനു വേണ്ടിയിട്ടുള്ള ഈ അപകട സാധ്യതകൾ കുറയ്ക്കുന്ന രീതിയിലുള്ള പോളിസികളും പ്രോട്ടോകോളുകളും നിർവഹിക്കുന്നു. പേഷ്യന്റിന്റെയും എംപ്ലോയീസിന്റെയൊക്കെ സേഫ്റ്റി മെഷേഴ്സ് അതിനെ സൂപ്പർവൈസ് ചെയ്യുന്നു. നിയമപരമായിട്ടുള്ള ഇൻഷുറൻസ് പ്രശ്നങ്ങള് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ വരുന്ന നിയമപരമായിട്ടുള്ള ഇൻഷുറൻസ് പ്രശ്നങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് 9th one ഇൻഫർമേഷൻ മാനേജ്മെന്റ് ആണ്. ഇൻഫർമേഷൻ മാനേജ്മെന്റ് മാനേജ് ചെയ്യുക എന്നുള്ളത്. Administrators supervise the implementation and maintenance of health information system and electronic medical records. Okay, administrators supervise, മേൽനോട്ടം വഹിക്കണം in the implementation and maintenance of health information system and electronic medical records. Implement ചെയ്യാന്ന് വെച്ചാൽ എന്താ, നടപ്പിലാക്കുക. മെയിൻ്റനൻസ് എന്ന് വെച്ചാൽ അതിന്റെ മെയിൻ്റനൻസ് ചെയ്യുക. അപ്പൊ ഈ മെഡിക്കൽ റെക്കോർഡ്, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്, ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം ഇതൊക്കെ നടപ്പിലാക്കുന്നതിനും അതിന്റെ മെയിൻ്റനൻസിനും ഒക്കെ അഡ്മിനിസ്ട്രേറ്റർമാര് സൂപ്പർവൈസ് ചെയ്യണം, മേൽനോട്ടം വഹിക്കണം. They guarantee the confidentiality, രഹസ്യാത്മകത and security of patient information while facilitating efficient data management and reporting. ഒരു ഫലപ്രദമായിട്ടുള്ള, ഒരു കാര്യക്ഷമമായിട്ടുള്ള ഡേറ്റ മാനേജ്മെന്റും റിപ്പോർട്ടിങ്ങിലൂടെ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ്, വിവരങ്ങള്, കാര്യങ്ങളിലൊക്കെ അതിന്റെ രഹസ്യാത്മകത അതൊക്കെ എന്ത് ചെയ്യാം, നമ്മള് ഉറപ്പുവരുത്തണം, ഉറപ്പുവരുത്തണം. കാര്യക്ഷമമായിട്ടുള്ള ഒരു ഡേറ്റ മാനേജ്മെന്റും റിപ്പോർട്ടിംഗും സുഗമമാക്കുമ്പോൾ പേഷ്യൻസിന്റെ വിവരങ്ങള്, രഹസ്യാത്മകതയും അതിന്റെ സുരക്ഷ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി അതിന്റെ സുരക്ഷയും എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് ഉറപ്പുവരുത്തണം. ഓക്കെ, അപ്പൊ അതിന്റെ ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം കേട്ടോ. Administrators supervise the implementation and the maintenance of health information system and electronic medical records. Health information systemത്തിന്റെയും electronic medical recordsന്റെയൊക്കെ മെയിൻ്റനൻസ്, അതിന്റെ ഇംപ്ലിമെന്റേഷൻ നടപ്പിലാക്കുന്നതൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. പിന്നെ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ, അതിന്റെ സുരക്ഷ, അതിന്റെ രഹസ്യാത്മകത ഇതൊക്കെ എന്ത് ചെയ്യണം, ഗ്യാരണ്ടി ചെയ്യണം. ഇതിന് സുരക്ഷയൊക്കെ ഉറപ്പുവരുത്തണം. എങ്ങനെയാണ്? while facilitating efficient data management and reporting. ഒരു കാര്യക്ഷമമായിട്ടുള്ള, ഒരു ഫലപ്രദമായിട്ടുള്ള ഡേറ്റ മാനേജ്മെന്റ് റിപ്പോർട്ടിങ്ങിലൂടെ പേഷ്യൻസിന്റെ ഇൻഫർമേഷന്റെ സുരക്ഷയും അതുപോലെ അതിന്റെ രഹസ്യാത്മകതയും ഉറപ്പുവരുത്തണം. ഇനി 10th one കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ്. കൊളാബറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സഹകരിക്കുക. കൊളാബറേഷൻ, സഹകരണവും ലീഡർഷിപ്പ്, നേതൃത്വവും. Collaboration and leadership. Administrators work collaboratively with the physician, nurse, and other health professionals to ensure a coordinated and efficient delivery of care. Okay, administrators work collaboratively with the physician, nurse, and other health professionals. Physician-ആയിട്ട്, നേഴ്സുമായിട്ട്, മറ്റുള്ള ഹെൽത്ത് പ്രൊഫഷണലും ഒക്കെ ആയിട്ട് ഈ അഡ്മിനിസ്ട്രേറ്റർ എങ്ങനെ വർക്ക് ചെയ്യണം? വർക്ക് കൊളാബറേറ്റീവ്ലി, ഒരു സഹകരിച്ച് വർക്ക് ചെയ്യണം. അവരുമായിട്ട് സഹകരിച്ച് വർക്ക് ചെയ്യണം. എന്തിനു വേണ്ടിയാ? to ensure a coordinated and efficient delivery of system. ഒരു ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു കാര്യക്ഷമമായിട്ടുള്ള ഡെലിവറി ഓഫ് കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, നല്ല ക്വാളിറ്റി കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഫിസിഷ്യനും നേഴ്സും ഹെൽത്ത് കെയർ പ്രൊഫഷണലും ഒക്കെ ആയിട്ട് ഈ അഡ്മിനിസ്ട്രേറ്റർ സഹകരിച്ച് വർക്ക് ചെയ്യണം. They give leadership, support and guidelines to staff members, promoting a positive and a collaborative work culture. അടുത്ത നോക്കിയേ, they give leadership. Leadership എന്ന് പറഞ്ഞാൽ എന്താ? നേതൃത്വം. നേതൃത്വം. സപ്പോർട്ട്, അവർക്കൊരു പിന്തുണ കൊടുക്കുക. ഗൈഡൻസ്, നേതൃത്വം കൊടുക്കുക.
ഗൈഡ് ചെയ്യുക. ടു സ്റ്റാഫ് മെമ്പേഴ്സിന് ലീഡർഷിപ്പ്, സപ്പോർട്ട്, ഗൈഡൻസ് ഒക്കെ കൊടുക്കുക. പ്രൊമോട്ടിംഗ് എ പോസിറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് വർക്ക് കൾച്ചർ. എന്ത് പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സഹകരണത്തോടുകൂടി കൊളാബറേറ്റീവ് വർക്ക് കൾച്ചർ, ഒരു നല്ലൊരു സംസ്കാരം, ഒരു പരമായിട്ടുള്ള ഒരു സഹകരിച്ചുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള നേതൃത്വം, അതിന്റെ സപ്പോർട്ട്, ഗൈഡ് ലൈൻസ് ഒക്കെ സ്റ്റാഫ് മെമ്പേഴ്സിന് കൊടുക്കണം. കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ്. അതിനകത്ത് ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. Administrator work collaboratively with the physician, nurse and other health professional to ensure a coordinated and efficient delivery of care. നല്ലൊരു പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഫിസിഷ്യൻ, നേഴ്സ്, ഹെൽത്ത് പ്രൊഫഷണലും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യണം, നല്ല സഹകരിച്ച് വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ 10 പോയിന്റ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് ആയിട്ട് ഞാൻ തരാം. വെച്ചാൽ നിങ്ങൾ ഇതിനകത്ത് എല്ലാം റെസ്പോൺസിബിലിറ്റിയാ വരുന്നത് കണ്ടോ. ഇപ്പൊ നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് 10 നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി, OPD എക്സിക്യൂട്ടീവ്, അങ്ങനെ കുറെ വരുന്നുണ്ട്. ഫുള്ള് റെസ്പോൺസിബിലിറ്റിയാ വരുന്നത്. അപ്പൊ ഇത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ നമ്മുടെ നോട്ട്ബുക്ക് ഒക്കെ പൊടി തട്ടി എടുക്കുക. അവിടെ വെച്ചേക്കല്ലേ, ഇപ്പൊ ഒന്നും എഴുതുന്നില്ല, എക്സ്ട്രാ നോട്ട്സ് ഒന്നും നമ്മൾ തരുന്നില്ല നിങ്ങൾക്ക്. ഈ ചാപ്റ്റർ തന്നെ വലുതാണ്. പിന്നെ അതുകൊണ്ട് തന്നെ എക്സ്ട്രാ പുറമേ ഇനി നോട്ട്സ് എഴുതേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ജസ്റ്റ് തരാത്തത്. ഇന്ന് ആ നോട്ട്ബുക്ക് ഒക്കെ ഒന്ന് പൊടി തട്ടി എടുത്തിട്ട് ഹെഡിങ് കൊടുക്കുക. റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് കൊടുത്തിട്ട് 10 പോയിന്റ്സ് മാത്രം ഇത് ബൈ ഹാർട്ട് ചെയ്ത് ഇന്ന് തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇനി അടുത്തതൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ക്ലാസ്സിൽ തന്നെ ഒന്ന് പഠിച്ചു നോക്കും. ഈ ചാപ്റ്റർ 4 മാർക്ക് നമുക്ക് ഇവിടെ തന്നെ സ്കോർ ചെയ്യാം. ഈ 10 പോയിന്റ്സും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് ഇന്ന് തന്നെ പഠിക്കണം. ഒത്തിരി ഒന്നുമില്ല, 10 പോയിന്റ്സ് ഒന്ന് വേഗം വായിച്ചേ. സ്ട്രാറ്റജിക് പ്ലാനിങ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, policy development and implementation, human resource management, facilities and equipment management, quality assurance and patient safety, community relation, risk management, information management, collaboration and leadership. കണ്ടോ, ഇത്രയും ആ റെസ്പോൺസിബിലിറ്റി 10 എണ്ണം 1, 1, 2, 3 നമ്പർ ഇട്ട് 10 എണ്ണം എഴുതി വെക്കുക. നാളെ ഞാൻ രാവിലെ വരുമ്പോൾ ചോദിക്കും ആരൊക്കെ ഇതിൽ എഴുതിയെന്നുള്ളത്. പാരഗ്രാഫ് ഫുൾ എഴുതണ്ട, ജസ്റ്റ് ആ 10 പോയിന്റ്സ് മാത്രം, ആ റെസ്പോൺസിബിലിറ്റി മാത്രം നിങ്ങൾ എന്തായാലും ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അടുത്തത് പറയുമ്പോൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി തറവായിട്ട് തന്നെ പഠിച്ചു പോവുക. 10 എണ്ണം ഇന്ന് എഴുതി വെക്കുക കേട്ടോ. ആ നോട്ട്ബുക്കിൽ വെക്കുക. നമ്പർ 1, 2, 3 ഇട്ടിട്ട് ഓരോ ലൈനല്ലേ വരുന്നുള്ളൂ. 10 ലൈൻ അത്രയും മതി. ഒരുപാട് വർക്കൊന്നുമില്ല. ഇന്ന് തന്നെ എഴുതി വെച്ച് അതങ്ങ് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ഇനി നോക്കിയേ. ദീസ് റെസ്പോൺസിബിലിറ്റി മേ ഡിഫർ ഡിപ്പെൻഡിങ് ഓൺ size and type of the hospital. കണ്ടോ, ഹോസ്പിറ്റലിന്റെ ടൈപ്പ്, പല ടൈപ്പ് ഹോസ്പിറ്റലുകളാണ്. അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ സൈസ് അനുസരിച്ച് ഈ റെസ്പോൺസിബിലിറ്റിയിൽ വ്യത്യാസം വരാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വ്യത്യാസം വരാം. അത് നമ്മൾ പഠിച്ചില്ലേ, നമ്മൾ ഓവർവ്യൂവിനകത്ത് പഠിച്ചില്ലേ. ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ നമ്മൾ ഒരു അഡ്മിനിസ്ട്രേറ്റർ തന്നെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യേണ്ടി വരുന്നു. വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്ററും അവരുടെ കീഴിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പല അഡ്മിനിസ്ട്രേറ്റേഴ്സ്മാരൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഹോസ്പിറ്റലിന്റെ സൈസ് ടൈപ്പ് അനുസരിച്ച് എന്ത് ചെയ്യാ, ഈ റെസ്പോൺസിബിലിറ്റിയിൽ വ്യത്യാസം വരാം. ഉണ്ടോ, റെസ്പോൺസിബിലിറ്റി മേ ബി ഡിഫർ ഡിപ്പെൻഡിങ് ഓൺ ഡാഷ് ഓഫ് ദ ഹോസ്പിറ്റൽ. എന്താ, സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ദ ഹോസ്പിറ്റൽ. ചോദിക്കാലോ അവിടെ. The responsibility may be differ depending on the size and type of the hospital. But enal overall hospital administrator play a vital role in managing and enhancing the healthcare facilities, operations and service. Enna overall ee hospital administrator inde oru role play a vital role. Vital ennu parnja endha സുപ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട്. എന്തിനാ, മാനേജിങ് ആൻഡ് എൻഹാൻസിങ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ മാനേജ് ചെയ്യുന്നതും മെച്ചപ്പെടുത്തുക. എൻഹാൻസ് ചെയ്യാന്ന് വെച്ചാൽ മെച്ചപ്പെടുത്തുന്നതിനും മാനേജ് ചെയ്യുന്നതിനും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് ഒരു സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്.
ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള്, സർവീസുകള്, സേവനങ്ങള് ഇതിനെയൊക്കെ മാനേജ് ചെയ്യുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും എൻഹാൻസ് ചെയ്യുന്നതിനും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. Size and type of the hospital, the responsibility may be different. Hospital administrator responsibilities വ്യത്യാസപ്പെടാം. പക്ഷേ ഒരു ഈ ഹോസ്പിറ്റലിന്റെ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ എല്ലാ പ്രവർത്തനങ്ങളും സേവനങ്ങളും ഇതൊക്കെ മാനേജ് ചെയ്യുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, അത്രയാണ് അതിനകത്ത് വരുന്ന റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ. 10 പോയിന്റ്സ് കേട്ടോ, 10 പഠിച്ചു വെക്കുന്ന തന്നെ 10 പോയിന്റ്സും എഴുതാം. ബുക്കിലേക്ക് ഒന്ന് എഴുതി വെക്കാം. ബിനോയ് എഴുതൂലേ? ബിനോയുടെ ഞാൻ തമ്പ് കണ്ടില്ല കേട്ടോ. 2-3 പേരൊക്കെ തമ്പിട്ടതിൽ ഉണ്ടായിരുന്നു എഴുതാമെന്നുള്ളത്. ബിനോയ് പെട്ടെന്ന് ചാടി പറയുന്നതാണ്, അതുകൊണ്ട് ജസ്റ്റ് ചോദിച്ചു എന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഹരീച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, വർഷ എല്ലാവരും ഒക്കെ എസ് ഇട്ടിട്ടുണ്ട്. ഇന്ന് തന്നെ ഒന്ന് എഴുതി വെച്ചേക്കാം. ഓക്കെ, ഗീത എല്ലാവരും ഇട്ടിട്ടുണ്ട്. സബിത. ഓക്കെ, ഓരോരുത്തരെയും പേര് വിളിച്ച് പറയാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ 10 ഇന്നത്തെ. മഴയാണോ? ഓക്കെ, ഇവിടെ മഴയൊന്നും ഇല്ല. ഇവിടെ ഒരു മൂടിക്കെട്ടിയൊക്കെ നിൽക്കുവാണ്. ചൂടൊന്നുമില്ല, വെയിലൊന്നും അങ്ങനെ ഇല്ല, മൂടലാണ്. അപ്പൊ 10 റെസ്പോൺസിബിലിറ്റി ഇന്ന് തന്നെ പഠിച്ചു വെക്കുക. അതാ പഠിച്ച് വൃത്തിയായിട്ട് ഒരു ഭാഗത്ത് ഇരുന്നോട്ടെ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് റെസ്പോൺസിബിലിറ്റി ഓഫ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. റെസ്പോൺസിബിലിറ്റി ഓഫ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. റെസ്പോൺസിബിലിറ്റി ഓഫ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. ജോബ് ഡിസ്ക്രിപ്ഷൻ അത് 1-2 കൂടി പറയാം കേട്ടോ. എന്നിട്ട് പിന്നെ അടുത്ത ദിവസം നോക്കിയാൽ മതി. ഒരുപാട് ഒളിച്ചെടുക്കുന്നില്ല. പഠിക്കണത് വൃത്തിയായിട്ടാണ് പഠിച്ചു പോകുക. ലാസ്റ്റ് ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ കൂടി നമുക്കുള്ളൂ. The job description of an outpatient secretary in a hospital normally comprises a variety of administrative and clerical duties related to the operation of the outpatient department. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ആ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം റെസ്പോൺസിബിലിറ്റി ഓഫ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. അപ്പൊ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പല വെറൈറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് പല തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള ക്ലറിക്കൽ ഡ്യൂട്ടീസ് ഒക്കെ ഈ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുന്നതാണ്. കംപ്രസൈസ് എന്ന് വെച്ചാൽ ഉൾക്കൊള്ളുക എന്നുള്ളത്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ക്ലറിക്കൽ ഡ്യൂട്ടീസ് ഇതെല്ലാം ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ വരുന്നതാണ്. Some of the key responsibilities are an outpatient secretary in a hospital may compress of. ഇതിനകത്ത് ഈ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ജോബ് റെസ്പോൺസിബിലിറ്റി ആണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. അതിനകത്ത് ഫസ്റ്റത്തെ ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ്. ഇത് പഠിച്ചു പോകാം കേട്ടോ. ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാം. ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ്. അപ്പൊ നമുക്ക് ഡോക്ടറെ കാണാനൊക്കെ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കണ്ടേ? അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യുന്നത് ആരാണ്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. Okay, an outpatient secretary is accountable for scheduling appointment for patient and making sure that the appointments are aptly prioritized based on patient medical requirements. എന്താ പറഞ്ഞേക്കുന്നേ? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്ക് എന്തിനുള്ള ഉത്തരവാദിത്തമുണ്ട്? അക്കൗണ്ടബിൾ ഉത്തരവാദിത്തമുണ്ട് ഫോർ ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ് ഫോർ പേഷ്യൻസിന്റെ ഡോക്ടറിനെയൊക്കെ കാണാനുള്ള അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്ക് ഉണ്ട്. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഒരു സെന്റൻസ് ഉള്ളൂ, അതിന് ഫസ്റ്റ് ലൈൻ മാത്രം, ഫസ്റ്റ് ആ ഒരു പോർഷൻ. അതായത് an outpatient secretary is accountable for scheduling appointment for patient. അത്രയും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവട്ടെ. പേഷ്യൻസിനായിട്ടുള്ള അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യുന്നത് ആരാണ്? അതിനുള്ള ഉത്തരവാദിത്തം ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്കാണ്. ഇതിപ്പോ നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പൊ നമ്മൾ ഓരോന്നും പഠിക്കുമ്പോ ക്ലിയർ ചെയ്ത് പോകാം.
പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്ക് ഉണ്ട്. ഓക്കെ, പിന്നെ അതുകൂടാതെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ആൻഡ് മേക്കിംഗ് ഷുവർ ദാറ്റ് അപ്പോയിന്റ്മെന്റ്സ് ആർ ആസ്ലി പ്രയോറിറ്റൈസ്ഡ് ബേസ്ഡ് ഓൺ ദ പേഷ്യന്റ് മെഡിക്കൽ കണ്ടീഷൻസ്. പേഷ്യന്റിന്റെ മെഡിക്കൽ റിക്വയർമെന്റ്സ്, മെഡിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ അവരുടെ മെഡിക്കൽ ആവശ്യകതകൾ അനുസരിച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതിന് ഉചിതമായിട്ടുള്ള മുൻഗണന കൊടുക്കുന്നുണ്ട് അപ്പോയിന്റ്മെന്റില്. പേഷ്യൻസിന്റെ ഈ മെഡിക്കൽ റിക്വയർമെന്റ്സ് അനുസരിച്ച് അതിന് ഉചിതമായിട്ടുള്ള മുൻഗണന നൽകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അതായത് ഇത്തിരി ക്രിട്ടിക്കൽ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഇച്ചിരി കൂടി കൂടുതൽ കെയർ കൊടുക്കേണ്ട കേസുകളാകുമ്പോൾ അവർക്ക് പ്രിയോറിറ്റി കൊടുക്കണം. അപ്പോയിന്റ്മെന്റ്സ് ഓൾറെഡി നമ്മൾ എടുത്ത നമ്പർ ഇട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് അങ്ങനെ എന്തെങ്കിലും അവരുടെ പേഷ്യൻസിന്റെ മെഡിക്കൽ റിക്വയർമെന്റ്സ് വളരെ എമർജൻസി ആണ്, അത്യാവശ്യമാണ്, അവരുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് അതിന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. എന്ന് അപ്പോയിന്റ്മെന്റിൽ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതും ഈ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് പേഷ്യൻസിനുള്ള അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യുക, പേഷ്യൻസിനായിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുക. രണ്ടാമത്തെ എന്താ പറഞ്ഞേക്കുന്നത്, ആ അപ്പോയിന്റ്മെന്റ് പേഷ്യൻസിന്റെ മെഡിക്കൽ റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ട് തന്നെ ആ അപ്പോയിന്റ്മെന്റ്സിൽ നമ്മൾ എന്ത് ചെയ്യുക, അനുയോജ്യമായിട്ടുള്ള ഉചിതമായിട്ടുള്ള മുൻഗണന കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഈ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ്. ഓക്കെ, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. ഇനി അടുത്തത് രണ്ടാമത്തെ നോക്കി, കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ. അപ്പൊ ഫസ്റ്റ് ലൈൻ ആ പേഷ്യന്റ് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ കേട്ടോ. An outpatient secretary is accountable for scheduling appointments for patients. ഇനി രണ്ടാമത്തത് കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ. പേഷ്യന്റ് കെയർ, രോഗി പരിചരണം ഏകോപിപ്പിക്കുക, കോർഡിനേറ്റ് ചെയ്യാന്നുള്ളത്. കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ. The outpatient secretary works neatly with the other hospital staff to coordinate patient care, which includes ഉൾപ്പെടുന്നത് arranging for diagnostic test and procedure, then getting medical record and ensuring that the patient receives appropriate follow-up care. Okay, the outpatient secretary work neatly എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തീഷ്ണമായിട്ട് with the other hospital staff, മറ്റുള്ള ഹോസ്പിറ്റൽ സ്റ്റാഫുമായിട്ട് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി തീഷ്ണമായിട്ട് തീവ്രമായിട്ട് വർക്ക് ചെയ്യണം. അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക, അവരുമായിട്ട് സഹകരിച്ച് വർക്ക് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്, കോർഡിനേറ്റ് പേഷ്യന്റ് കെയർ, രോഗി പരിചരണം ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ സ്റ്റാഫുമായിട്ട് തീവ്രമായിട്ട് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി വർക്ക് ചെയ്യണം. വിച്ച് ഇൻക്ലൂഡ്, അതിനകത്ത് ഉൾപ്പെടുന്നത് ഏതൊക്കെയാ, അറേഞ്ചിങ് ഫോർ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയർ. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ, രോഗനിർണയ ടെസ്റ്റുകൾക്കും നടപടികൾക്കും വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റുകൾ. പിന്നെ ഗെറ്റിംഗ് മെഡിക്കൽ റെക്കോർഡുകൾ നേടുന്നതിന് and ensuring that the patient receive appropriate follow-up care. Patients അനുയോജ്യമായിട്ടുള്ള follow-up കെയറുകൾ സ്വീകരിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും. ഇതെല്ലാം ഇതിൽ വരുന്ന പേഷ്യന്റ് കെയറിൽ വരുന്നതാണ് അല്ലെ, രോഗി പരിചരണത്തിൽ വരുന്നതാണ്. അപ്പൊ അതെല്ലാനും എന്ത് ചെയ്യുക, ഏകോപിപ്പിക്കുക എന്നുള്ളത് ഈ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. The outpatient secretary works daily with the other hospital staff to coordinate patient care. Patient care, രോഗി പരിചരണം ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ സ്റ്റാഫുമായിട്ട് തീക്ഷ്ണമായിട്ട് വർക്ക് ചെയ്യണം. അത് ഏതൊക്കെയാണെന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ, പ്രൊസീജിയർ അറേഞ്ച് ചെയ്യാനായിട്ട്, പിന്നെ മെഡിക്കൽ റെക്കോർഡുകൾ നേടുന്നതിന്, എൻഷുറിംഗ് പേഷ്യൻസ് അനുയോജ്യമായിട്ടുള്ള ഫോളോ അപ്പ് കെയറുകൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഹോസ്പിറ്റൽ സ്റ്റാഫുമായിട്ട് വർക്ക് ചെയ്യണം, തീവ്രമായി വർക്ക് ചെയ്യണം. പിന്നെ അടുത്തത് മൂന്നാമത്തെ ആൻസറിംഗ് ഫോൺ കോൾസ്. എന്നറിയാലോ എന്താണ് ആൻസറിംഗ് ഫോൺ കോൾസ്? ഫോൺ കോളുകൾക്ക് മറുപടി കൊടുക്കണം. The outpatient secretary is accountable എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വമുണ്ട്.
The outpatient secretary is accountable for answering phone calls and directing patient to the concerned department or staff members. അത് underline ചെയ്തെടുക്കണം ട്ടോ. The outpatient secretary is accountable for answering phone calls. ഫോൺ കോളുകൾക്കുള്ള മറുപടി പറയില്ല. നമ്മൾ എന്തെങ്കിലും സംശയത്തിനൊക്കെ ആയിട്ടൊക്കെ ഫോൺ വിളിക്കുകയാണെങ്കിലും ഫോൺ കോളുകൾ ആൻസർ ചെയ്യുക എന്നുള്ളത് ഈ ഔട്ട്പേഷ്യന്റ് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ്. ആൻസറിങ് ഫോൺ കോൾസ് ആൻഡ് ഡയറക്റ്റിംഗ് പേഷ്യൻസിനെ ഡയറക്റ്റ് ചെയ്യുക, നയിക്കുക എങ്ങോട്ടാ? ടു ദ കൺസേൺ ഡിപ്പാർട്ട്മെന്റ്. അവരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് പേഷ്യന്റിനെ നയിക്കുക. ഓർ അല്ലെങ്കിൽ കൺസേൺ ഡിപ്പാർട്ട്മെന്റ് ഓർ സ്റ്റാഫ് മെമ്പേഴ്സ്. ഡിപ്പാർട്ട്മെന്റിലേക്കോ അത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലേക്കോ അല്ലെങ്കിൽ ആ സ്റ്റാഫ് മെമ്പേഴ്സിന്റെ അടുത്തേക്കോ പേഷ്യന്റിനെ ഡയറക്റ്റ് ചെയ്യുക, ഫോൺ കോളുകൾ ആൻസർ ചെയ്യുക. ഇത്രയാണ് അതിനകത്ത് വരുന്നത്. ആൻസറിങ് ഫോൺ കോൾസ് 3 പഠിച്ചോ? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഒന്ന് പറഞ്ഞു നോക്കി ഏതൊക്കെയാണെന്നുള്ളത്. ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ്, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുക. പിന്നെ കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ, രോഗി പരിചരണം ഏകോപിപ്പിക്കുക. 3ാമത്തെ ആൻസറിങ് ഫോൺ കോൾസ്. 3 പഠിച്ചില്ലേ? 3 പഠിച്ചോ? കാര്യം പഠിച്ചോ? ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് നാളത്തേക്ക് ഇത് എഴുതിയാൽ മതി കേട്ടോ. ഇത് ഫുൾ അങ്ങ് തീർത്തിട്ട് നാളെയും ഇതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഓഫ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് ഹെഡിങ് കൊടുത്തിട്ട് എല്ലാ പോയിന്റ്സും നമുക്ക് ഇതുപോലെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഇന്നിപ്പോ അത് മാത്രം പഠിച്ചാൽ മതി. ഇന്ന് അത്രയും പഠിക്കും. ഇത് 3 ഓൾറെഡി നിങ്ങൾ ഇപ്പോൾ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞു അല്ലെ? ഈ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ 3 നമ്മൾ പഠിച്ചു. ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്, കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ, ആൻസറിംഗ് ഫോൺ കോൾ. 3 റെസ്പോൺസിബിലിറ്റി നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ ആദ്യം 10 പറഞ്ഞത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റി. അതൊന്ന് നോട്ട്ബുക്കിലേക്ക് ആ ഹെഡിങ് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഫുള്ള് പാരഗ്രാഫ് എഴുതണ്ട. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ആ 10 പോയിന്റ് നോട്ടിലേക്ക് എഴുതി ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു പോവുക കേട്ടോ. ഇത് 3 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഒരെണ്ണം കൂടി പറയാം. 2 മിനിറ്റ് കൂടി ഉണ്ടല്ലോ. മാനേജിങ് പേഷ്യന്റ് ഇൻഫർമേഷൻ. പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസ് മാനേജ് ചെയ്യുക. എന്താ ഉദ്ദേശിക്കുന്നത്? The outpatient secretary maintains exact, കൃത്യമായ, exact and up-to-date patient information in the hospital electronic medical record system. Electronic medical recording system, which includes demographic information, medical history and insurance information. ഹോസ്പിറ്റലില് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് സിസ്റ്റത്തില് പേഷ്യന്റിന്റെ എക്സാക്ട് കൃത്യമായിട്ടുള്ളതും അപ്ഡേറ്റ് ആണെന്നുള്ളത് അപ്ഡേറ്റ് ആയ ഇൻഫർമേഷനും എന്ത് ചെയ്യുക? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി പരിപാലിക്കുന്നു. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്. മാനേജിംഗ് പേഷ്യന്റ് ഇൻഫർമേഷൻ അടുത്ത റെസ്പോൺസിബിലിറ്റി ആണ്. മാനേജിംഗ് പേഷ്യന്റ് ഇൻഫർമേഷൻ. The outpatient secretary maintains exact and up-to-date patient information in the hospital electronic medical record system. Hospital electronic medical record system ഈ പേഷ്യൻസിന്റെ കൃത്യമായിട്ടുള്ളതും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു, പരിപാലിക്കുന്നു. അത് ഏതൊക്കെയാ വരുന്നത്? വിച്ച് ഇൻക്ലൂഡ് ഏതൊക്കെയാ? ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻ. ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ജനസംഖ്യാപരമായിട്ടുള്ളത്, മെഡിക്കൽ ഹിസ്റ്ററി ആൻഡ് ഇൻഷുറൻസ് ഇൻഫർമേഷൻ. ഇൻഷുറൻസും ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിവരങ്ങള് ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു പേഷ്യന്റ് ഇൻഫർമേഷൻ കൃത്യമായിട്ടുള്ളതും അപ്ഡേറ്റ് ആയിട്ടുള്ള പേഷ്യന്റ് ഇൻഫർമേഷൻ പരിപാലിക്കുന്നു. ഓക്കെ, അതിന്റെ ഫസ്റ്റ് ലൈൻ മാത്രം അണ്ടർലൈൻ ചെയ്തിട്ടാ മതി. അപ്പൊ 4 പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ 4 ഇത് പഠിച്ചു വെക്കുക കേട്ടോ. ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്, കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ കോർഡിനേറ്റ് ചെയ്യുക, ആൻസറിംഗ് ഫോൺ കോൾസ്, പിന്നെ അടുത്ത മാനേജിംഗ് പേഷ്യന്റ് ഇൻഫർമേഷൻ. പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസ് ഒക്കെ മാനേജ് ചെയ്യുക. ഓക്കെ, മാനേജിംഗ് പേഷ്യന്റ് ഇൻഫർമേഷൻ. ഓക്കെ, ഇത്രയും മതി. അപ്പൊ ഇന്ന് മറക്കണ്ട, ഹോംവർക്ക് ഉള്ളത് ഇന്ന് തന്നെ ചെയ്ത് വെക്കുക. 10 നോട്ടിലേക്ക് ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, താങ്ക് യു. അപ്പൊ നാളെ ഉണ്ടല്ലോ, നാളെ ഞാൻ ചോദിക്കാം ആരൊക്കെ എഴുതി നമുക്ക് അറിയാലോ. ഓക്കെ, നെക്സ്റ്റ് നാളെ ബാക്കിയൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ.